ഈ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയോ? ഈ കാണുന്ന ഇത്രയും ജനങ്ങളില്ലേ, ഇവരാരും ഇന്ത്യക്കാരല്ല, ഇവരെല്ലാം മുസ്ലിങ്ങളാ, അതും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാർ. ഞാൻ വിചാരിച്ച് പുറത്തുള്ള ആരെങ്കിലും ആയിരിക്കും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ അത് ഓരോരുത്തരുടെ കമന്റ് ബോക്സിൽ മലയാളത്തിൽ പറയുന്ന കാര്യം ഇത്. നീയൊക്കെ ബിരിയാണി ചെമ്പിലടാ കോപോത്രം കുടിക്കുന്ന ഇത്രയും ബുദ്ധി പോവാനി. ഈ വടിയെടുത്ത് അടിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നമ്മള് പേടിക്കും. പക്ഷെ ഒരടി കൊണ്ടു കഴിഞ്ഞാൽ നമ്മളെ പേടി അങ്ങ് പോകും. ഇപ്പൊ ഇവരൊക്കെ അവിടെ കിടന്ന് നല്ല സ്കിൽ ഇംപ്രൂവ്മെന്റ് ആയിട്ടുണ്ട് മോനെ. ഇനി എല്ലാം കൂടി പാർലമെന്റ് കേറിയിട്ട് എല്ലാം അങ്ങ് അടിച്ച് പൊട്ടി. ചെറിയ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നുണ്ട് മോനെ, നിനക്കെല്ലാം തെറ്റി. മൾട്ടി യൂണിവേഴ്സ് ഒന്നും മാർവലിന്റെ വരെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് വൈൽഡ് കാർഡ് ഡിനോസർ വരെ വന്ന്. എല്ലാ യൂണിവേഴ്സിലെ ആൾക്കാർ ഇതിന് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നീയൊക്കെ ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റീസ് എല്ലാം എടുത്തു. ഓ സോറി, അവർക്ക് മറ്റേ ഗർസോപ്പ് പ്രൊമോഷൻ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. സോറി, അതിന്റെ അടുത്ത് മറന്നുപോയി. ഈ ഒരു കാര്യത്തിൽ നീയൊക്കെ മതവും കൊതവും കൊണ്ട് വന്ന മോദിജി ഇപ്പൊ ഇൻട്രോവേർട്ടാ, ആരോട് സംസാരിക്കാറില്ല, എല്ലാവർക്കും കൈക്കൂലി കൊടുത്ത് അങ്ങ് ഏൽപ്പിക്കല. പോലീസാന്നും പറഞ്ഞിട്ട് നെയിം ടാഗ് പോലും ഇല്ലാത്ത ഏതെല്ലോ ഒരുത്തം വേണ്ടി അടിച്ചിട്ട് പോകുന്നത്. കൊടുത്തവർക്കെല്ലാം നല്ലോണം തിരിച്ച് കിട്ടിയിടി. പിള്ളേർ അവിടെ നല്ലോണം സ്കിൽ ഇംപ്രൂവ്മെന്റ് ആവുന്നുണ്ട് മോനെ. ഇനി എന്ത് കൊണ്ടാന്ന് പേടിപ്പിച്ചിട്ടും കാര്യമില്ല, അവരെ പേടി പോയി. ഇനി പാർലമെന്റ് കയറിയിട്ട് അടിച്ച് പൊട്ടിക്കലാണ് മിക്കവാറും നടക്കാൻ തോന്നുന്നു. പക്ഷെ എന്റെ ഏറ്റവും വലിയ ഇതെന്താണെന്നറിയോ, ഇയാളെങ്ങനെ തിരിച്ചെത്തി?